ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഡസ് ബക്കിംഗ്ഹാം എന്ന പരിശീലകനെ അറിയാത്തവർ വളരെ ചുരുക്കമായിരിക്കും. നമുക്കറിയാം, 2021 മുതൽ 2023 വരെ മുംബൈ സിറ്റിയെ പരിശീലിപ്പിച്ച വളരെ പ്രശസ്തനായ ഒരു പരിശീലകനാണ് ഡസ് ബക്കിംഗ്ഹാം. പിന്നീട് ഇംഗ്ലണ്ടിലെ സെക്കൻഡ് ടയർ ക്ലബ്ബായ അഥവാ സെക്കൻഡ് ഡിവിഷൻ ക്ലബ്ബായ ഓക്സ്ഫോർഡ് യുണൈറ്റഡിലേക്ക് അദ്ദേഹം പോയി. ഇപ്പോൾ സൗദി അറേബ്യയിലെ ഫസ്റ്റ് ഡിവിഷൻ ക്ലബ്ബായ അഥവാ സൗദി പ്രോ ലീഗ് ക്ലബ്ബായ അൽ ഖലൂദിന്റെ പരിശീലകനായിക്കൊണ്ടാണ് ഡസ് ബക്കിംഗ്ഹാം ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ പ്രശസ്തനായ പരിശീലകനെ കൊണ്ടുവരാൻ വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രമിച്ചിരുന്നു എന്ന ഒരു വെളിപ്പെടുത്തൽ കൂടി നിഖിൽ ഇപ്പോൾ നടത്തിയിട്ടുണ്ട്. അതായത് ഡേവിഡ് കാറ്റ്ലയെ നിയമിക്കുന്നതിന് മുൻപ് ബക്കിംഗ്ഹാമിന് വേണ്ടി ശ്രമിച്ചു, പക്ഷെ അത് ഫലം കണ്ടില്ല. കാരണം അപ്പോഴേക്കും അദ്ദേഹം ഓക്സ്ഫോർഡ് യുണൈറ്റഡിനെ തിരഞ്ഞെടുത്തു എന്നാണ് നിഖിൽ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: 2025-26 സീസണിന് മുന്നോടിയായി പുതിയ പരിശീലകനെ തിരയുന്ന സമയത്ത് അഥവാ ഡേവിഡ് കാറ്റ്ലയെ ഞങ്ങൾ നിയമിക്കുന്നതിന് മുൻപ് ഡസ് ബക്കിംഗ്ഹാമിനെ ഞങ്ങൾ പരിഗണിച്ചിരുന്നു. എന്നാൽ അദ്ദേഹം ഓക്സ്ഫോർഡ് യുണൈറ്റഡിലേക്ക് മാറിയതോടുകൂടി അദ്ദേഹത്തിന്റെ മൂല്യം അത് മറ്റൊരു തലത്തിലേക്ക് ഉയർന്നു. പിന്നെ മില്യണുകളുടെ കാര്യത്തെക്കുറിച്ചാണ്, കോടികളുടെ കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. നിലവിലെ ലീഗ് ഘടനയിൽ അത് സാധ്യമായ ഒന്നല്ല. ഇതാണ് ഇപ്പോൾ നിഖിൽ പറഞ്ഞിട്ടുള്ളത്. അതായത് ഓക്സ്ഫോർഡ് യുണൈറ്റഡിന്റെ പരിശീലകനായിക്കൊണ്ട് അദ്ദേഹം എത്തി. അതിനുശേഷം അദ്ദേഹത്തെ സ്വന്തമാക്കുക എന്നുള്ളത് എളുപ്പമായിരുന്നില്ല. കാരണം അത്രയധികം സാലറി അദ്ദേഹത്തിന് നൽകേണ്ടി വരുമായിരുന്നു. മില്യൺ കണക്കിന് സാലറി അദ്ദേഹത്തിന് നൽകേണ്ടി വരുമായിരുന്നു. അതുകൊണ്ട് തന്നെ അത് നിലവിലെ ലീഗിന്റെ സ്ട്രക്ചറിന്റെ കാര്യത്തിൽ സാധ്യമല്ല. അതുകൊണ്ടാണ് അത് നടക്കാതെ പോയത് എന്നൊക്കെയാണ് നിഖിൽ ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുള്ളത്. ഏതായാലും ഒരുപാട് പേർക്ക് വേണ്ടി ശ്രമിച്ചു, ഒന്നും ഫലം കണ്ടിട്ടില്ല എന്നാണ് നിഖിൽ ഇപ്പോൾ വെളിപ്പെടുത്തുന്നത്. നേരത്തെ സെർജിയോ ലൊബേറയ്ക്ക് വേണ്ടി 2 തവണ ശ്രമിച്ചു, മനോളോ മാർക്കസിന് വേണ്ടി 1 തവണ ശ്രമിച്ചു, ഡസ് ബക്കിംഗ്ഹാമിന് വേണ്ടി 1 തവണ ശ്രമിച്ചു എന്നൊക്കെ നിഖിൽ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും സാധ്യമായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.